ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിച്ചത് കിഡലൻ AI ഇമേജ് എക്സ്റ്റൻഡർ ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കിഡലൻ ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. നേരെ വീഡിയോ ഇട്ട് പോകാം, എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട് ഹൈപ്പിക് ആണ്. ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ചൊരു ലാസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന്. ഇതൊരിക്കലും നോർമലി നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയാലും ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആൻഡ്രോയിഡിനും iOSനും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എങ്ങനെയാണ് ഇതിൽ കൂടുതൽ കുറേ എഡിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ലാസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇതിൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ AI എക്സ്റ്റൻഡറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിൽ നിങ്ങൾ ടോപ്പിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ബാച്ച് എഡിറ്റ്, മാജിക് റേസർ. അത് ലാസ്റ്റോട്ട് സ്ക്രോൾ ചെയ്താൽ AI എക്സ്പാൻഡ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഫോട്ടോ ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് ഫോട്ടോ ആണ് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇതിൽ രണ്ട് ഓപ്ഷനാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ളത്. ഒന്ന് കീപ്പ് ആസ്പെക്ട് റേഷ്യോ എന്ന് ചേഞ്ച് ആസ്പെക്ട് റേഷ്യോ, രണ്ട് ഓപ്ഷൻ കാണാം. ഇതിൽ കീപ്പ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിം നമ്മുടെ ആഡ് ചെയ്ത ഇമേജിൻ്റെ അതേ ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് സൂം ഔട്ട് ചെയ്തിട്ടും സൂം ഇൻ ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര രീതിക്ക് ഫോട്ടോ വേണം അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് 90 നമ്മൾ സ്റ്റോറി ഇടാണെങ്കിൽ 90:16 ആണ് എല്ലാവരും കൂടുതൽ അതിനാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ 3:4, 1:1 അങ്ങനെ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോംപ്റ്റ് വഴി നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യാം, പ്രോംപ്റ്റ് കൊടുക്കാതെയും ചെയ്യാം. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഥവാ ഇനി അഡീഷണൽ സ്കൈ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ പ്രോംപ്റ്റിൽ സ്കൈ എന്നൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് റാൻഡ് ആയിട്ട് അവർ പക്ക കറക്റ്റ് ആയിട്ട് തന്നെ സാധനം തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്ഷനും നമ്മൾ ഇതിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിൽ ഇനി 90 നമ്മൾ സ്റ്റോറി ഇടുന്ന ഒരു റേഞ്ചിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് സൈഡിലും നിങ്ങൾക്ക് അത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ പറ്റും. ഞാനിവിടെ 9:16 എടുത്ത് 9:16 എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് താഴോട്ട് വെച്ച് നമുക്ക് ഇവിടെ ലെഗ് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ അത്ര പെർഫെക്റ്റ് ആണോ നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു മീഡിയം ലെവലിൽ ജസ്റ്റ് സൂം ചെയ്തിട്ട് കുറച്ച് താഴോട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ജനറേറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ 10 സെക്കൻഡ് എന്ന് വെറുതെ പറഞ്ഞാൽ 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് അവർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഫോട്ടോയുടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ നമുക്ക് ഇവിടെ ഇവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ഓപ്ഷൻ നമുക്ക് കിട്ടും. 3 ഓപ്ഷൻ ഡിഫോൾട്ട് ആയിട്ട് വരും. അത് നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി അതല്ല പുതിയത് വേണമെങ്കിൽ ബാക്ക് അടിച്ച് ഒന്നുകൂടെ നിങ്ങൾ ജനറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇവിടെ കാണാം ലെഗ് കാര്യങ്ങളൊക്കെ ക്ലോത്തിൻ്റെ കട്ടിങ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്താൽ വാട്ടർമാർക്ക് കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലോട്ട് വരുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് പ്രോംപ്റ്റ് അടിച്ചിട്ട് വേണമെങ്കിൽ പ്രോംപ്റ്റ് വഴി ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്തായിട്ട് ജസ്റ്റ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ പ്രോംപ്റ്റിൻ്റെ അവിടെ നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ബ്യൂട്ടിഫുൾ സ്കൈ എന്നാണ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് പ്രോംപ്റ്റ് അടിച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിന് നമ്മുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് സൂം എത്രയാണോ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങളൊന്ന് ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ സ്കൈ ആണ് ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തത്. ഡിഫോൾട്ടായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് ഇനി എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ അതായത് ബട്ടർഫ്ലൈ അല്ലെങ്കിൽ റെയിൻബോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇവിടെ എല്ലാവരും തന്നെ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു ഹൈപ്പിക്കിൻ്റെ കിഡലൻ ബെസ്റ്റ് ലാസ്റ്റ് പാർട്ടായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.